ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ നടത്താണ്. കാരണം ഇന്നലെ ഇതേപോലെ ഈവനിങ് മഴ പെയ്തോണ്ടേ സൈക്കിള് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓഫീസിൽ വെച്ച് നടക്കുകയാണ്. ഭൂമിയുടെ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ മെയിലൊന്നും സാധാരണ ഇങ്ങനെ തണുപ്പ് വരാറില്ലല്ലോ. 1970 ലാസ്റ്റ് വന്നതെന്നാണ് ഒരാൾ പറഞ്ഞത്. അറിയില്ല എത്രത്തോളം സത്യമാണ്. അതായത് മെയിലൊക്കെ ഇങ്ങനെ ചൂടാണ് വരേണ്ടത്. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭൂമിയുടെ പിന്നെ നമ്മൾ കോറ് അത് ഇങ്ങനെ കുറഞ്ഞ് വരികയാണെന്ന്. പിന്നെ അത് ഓപ്പോസിറ്റ് ഇതിലേക്ക് തിരിയുന്നൊക്കെ ഒരു മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല ഏത് സമയത്തെന്നറിയോ? ഇപ്പം നമ്മൾ സൂര്യന് കിഴക്കുതിച്ച് പടിഞ്ഞാറല്ല അസ്തമിക്കല്ലേ, പക്ഷേ പടിഞ്ഞാറ് ഉദിക്കുന്നൊരു കാലമുണ്ട്. ഇസ്ലാമിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉദിക്കുന്ന ആ നേരം വരെയാണ് ദൈവം നമ്മുടെ പശ്ചാത്താപങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പം പല കാര്യങ്ങളും ചില സമയങ്ങളിൽ പറയും, ഈ നിരീശ്വരവാദികളൊക്കെ കണ്ടത്. അപ്പം നമ്മൾ ചില അതായത് ഹോളി ബുക്സിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നമുക്കൊരു സബ്ജക്റ്റ് ഇസ്ലാമായിട്ട് എടുക്കാം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ തയ്യാറാവില്ല. അങ്ങനെ ഇഷ്ടംപോലെ ശാസ്ത്രീയ കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലം ChatGPT ഒക്കെ അല്ലേ, ഒന്ന് അടിച്ചു നോക്കി എത്രത്തോളം മോർ നടിച്ചു കഴിഞ്ഞാൽ കുറേ ഖുറാനിലെ വേഴ്സ് നമ്പർ വെച്ചിട്ട് തന്നെ അത് പറഞ്ഞുതരും. ഈ ചാപ്റ്ററിൽ ഇന്ന വേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പിലാണ് പോവല്. ഒരു പ്രാവശ്യം പോയിട്ട് നമുക്ക് പണി കിട്ടിയതാണ്. കാരണം പണി കിട്ടിയത് 57 മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട്. ആ സിഗ്നല് കണ്ടില്ലേ, കുറേ ബസ്സുകൾ ആ എൻഡിൽ പോയി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു ബസ്സിൽ ഇതിൽ 57 ഉണ്ടെങ്കിൽ നമ്മൾ പെട്ട് നമ്മുടെ അങ്ങോട്ട്. ഓ ഷിറ്റ്, ആ 57 അല്ലേ? ഓ നോ മാൻ, നമുക്ക് ഭാഗ്യമല്ല. ഈ ബസ് അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനത്തെ ബസ് നമ്മൾ കുറേ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒരു 8-9 ബസ്സുകൾ പോയി. പിന്നെ അവസാനം നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് ആ സൈക്കിളിൽ ബസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഷോർട്സിലുണ്ടാവും എടുത്തിട്ടുള്ളത്. ഈ വരുന്ന ബസ്സുകളൊക്കെ അവിടെ നിർത്തും. അവിടെ നിന്നത് ടെമ്പറേച്ചർ നോക്കാം. ഇന്നിപ്പം മെയ് 22 നോക്കാം നമുക്ക് കറക്റ്റ് ട്രാവൽ. ഈ കാണുന്ന വീടുണ്ടല്ലോ, ഇപ്പോൾ കുറച്ചായിട്ട് പെർമിഷൻ കൊടുത്താണെന്നാണ് കേട്ടത്. കാരണം ഇവിടെയുള്ള വീടുകളൊക്കെ ഒരേ സ്റ്റൈലല്ല. ആ സ്റ്റൈലാണ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഭംഗി കൂട്ടുന്നത്. നഗരഭംഗിയില്ലേ, ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള വീടുകൾ വന്നു കഴിഞ്ഞാൽ ഒരു നഗരഭംഗി കുറയ്ക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള അറിയിക്കുക. അപ്പം 4 മണി പുലർച്ചെ 7 ഡിഗ്രി ആയിരുന്നു. ഇപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോഴും 7 ഡിഗ്രിയാണ് കേട്ടോ. 9:28 ടൈം. 9:28 തന്നെ ടൈം. കണ്ടില്ല, ബസ്സുകൾ അവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. ഏറ്റവും അറ്റത്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇപ്പം തന്നെ 4 ബസ്സുകൾ, നേരത്തെ 3 ബസ്. എത്ര ബസ്സാണ്! ഒരൊറ്റ കാര്യം, അത് ആ എൻഡിലുള്ള ബസ് സ്റ്റേഷനിലാണ് നിർത്തുക. ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ കുറേ സ്പേസൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നുണ്ട്, റെൻ്റൊക്കെ കുറയുന്നുണ്ടെന്നാണ് കേട്ടത്. കാരണം ഇവിടുത്തെ റൂള് കുറേ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ തിരിച്ചു പോകേണ്ടിയൊക്കെ വന്നത് കൊണ്ട്
ടൊറൻറ്റോയിലെ റെൻ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ വീടിൻ്റെ റേറ്റും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കണ്ട 57. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോകാം. അതേപോലെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ബസ് കുറേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാണ്. കുറച്ചും കൂടെ നടന്നാൽ മതി. വൈറ്റായി. ഈ ഇതിൽ നടക്കുമ്പോൾ ചില സമയത്ത് തെന്നാറുണ്ടാവും വൈറ്റിലൂടെ. അപ്പോൾ അങ്ങനെ ഈ സാധാ ഷൂസ് ഇട്ട് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു മഴ പെയ്താൽ മതി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണക്കൽ തുടങ്ങും. അപ്പോൾ ഒരു ഷൂ ഡ്രയർ തന്നെ ഉണക്കാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാലും മതി. മഴ ആണെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഞാൻ നോക്കിയിട്ടില്ല. വെതർ ഉണ്ടോ വെള്ളമൊക്കെ കുത്തി ഒലിക്കുന്നു. നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച ഒണ്ടാരിയം മ്യൂസിയത്തിലേക്ക് വീണ്ടും പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വേറൊരു വർക്ക് ഇടയിൽ വന്നുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ടിക്കറ്റൊക്കെ കൺഫേംഡ് ആയിരുന്നു. അവിടെ ഞാൻ ഒരു 2 പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ ഇങ്ങനെ മ്യൂസിയത്തിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പെട്ടെന്ന് കയറി ഇറങ്ങൂല്ലേ. പിന്നെ പോകുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഏകദേശം 4 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷന് ഏറ്റവും മുകളിലാണ്. ഒന്ന് ജുറാസിക് പാർക്കിൻ്റെ സ്കെൽറ്റൻ. അത് അത്ര വലിയ ഹരമില്ലെങ്കിലും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, നമ്മുടെ മിനറൽസ് ഉണ്ടല്ലോ, ഓരോ ധാതുക്കൾ, അത് ഉഷാറായിരുന്നു. ജ്വൽസ്, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ നേരം നോക്കിക്കും. അതേപോലെ മൂന്ന് കൊണ്ടുവന്ന കല്ല്, മാർസിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. വീണ്ടും അതാ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇല്ലി റെഡിയാക്കട്ടോ. അങ്ങനെ ചില സമയത്ത് നല്ല കാറ്റടിക്കും. ഇന്നലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. അവിടെ ഇങ്ങനെ പാറി പോകുന്ന പോലെ അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പാറിപ്പോവും. ഏകദേശം 9:00 പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്നാണെങ്കിൽ ഓടാനും പറ്റില്ല. എപ്പോഴാണ് സ്ലിപ്പാവെന്ന് പറയില്ല. അപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്തുക. അതായത് ഈ ഒരു ആ കാറ് കാണുന്നുണ്ടല്ലോ, ആ കാറിൻ്റെ അപ്പുറത്തുള്ള സ്റ്റോപ്പാണ്. കോപ്പി കൂടെയാണ്. ഇവിടുത്തെ കുടകൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടും. ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെയുള്ള 3 ഫോൾഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മടങ്ങും. തീരെ എന്തിനാരും ഉണ്ടാക്കിയെന്നറിയില്ല. ഇത് പെട്ടെന്ന് അതിങ്ങനെ മറിഞ്ഞു പോകും, ഒടിയും, പുല്ലി പൊട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, അതവിടെ നോക്കിയില്ലേ. ഓക്കെ, ഏതായാലും നമ്മൾ പോട്ടെ. നമ്മളേതായാലും ഇവിടെ കുട വെച്ചിട്ടുണ്ട്. മറന്ന് പോകുമെന്ന് അറിയില്ല. നമുക്ക് 57 തന്നെയാണ് കിട്ടിയ ഗൈസ്. അത് ഫസ്റ്റ് വന്നപ്പോൾ കയറി റിസ്ക് എടുക്കാമെന്നില്ല. പിന്നെ എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ടാണ് പോകുള്ളൂ. നമ്മൾ നടന്ന് കുറച്ച് എക്സസൈസ് കിട്ടിയെന്നല്ലാതെ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കാറ്റ ഉണ്ടല്ലേ. അങ്ങനെ മാറിപ്പോണ്. കാറ്റിൻ്റെ സൗണ്ട് ഒക്കെ മനസ്സിലാവില്ല. എത്ര ഇപ്പോൾ ഒരു 8 മിനിറ്റ് നിൽക്കേണ്ടി വരും ബസ് കിട്ടാൻ. 34 ബസ്സാണ് കിട്ടേണ്ടത്. അതാണോ? അതല്ല. ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ബസ്. 34, 43, 3
4-ഉം 343-യും നൈറ്റിൽ നിർത്തുള്ളൂ. കാറ്റൊക്കെ തണുപ്പ് വെള്ളം കയറുന്നുണ്ട്. വേറൊരു ബസ് അത് അതും ആവില്ല, അത് നീളൻ ബസ്സായതുകൊണ്ടാവില്ല. ബസ് അതാ വരുന്നത്. ഈ ബസ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ബസ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ബസ്, മൂന്നാമത്തെ ബസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി അരമണിക്കൂറിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ എത്തി ഓഫീസിൽ. സാധാരണ അങ്ങനെ ബസ് വേറെ വഴിയിലൂടെ തന്നെ 45 മിനിറ്റ് എടുക്കൽ. എന്തായാലും ഓഫീസിലേക്ക് കയറട്ടെ. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ സ്ലിപ്പാവും. കാരണം ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഏരിയ ആയതുകൊണ്ട്. നല്ല നല്ല മരങ്ങൾ നോക്കിയാൽ ഇതേ രീതിയിൽ കേരളം കൊണ്ടുവന്ന പൊളിയാവില്ലേ. ഏതെങ്കിലും ഭരണകൂടം നല്ലതാണ് അതൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ അതായത് എല്ലാവരും നിങ്ങളെ കമൻ്റ് ഒന്ന് അറിയിക്കുക. അതായത് എല്ലാവരും ഇങ്ങനെ പുല്ല് വെച്ച് പിടിപ്പിക്കണം എന്നുള്ളൊരു നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അത് ഒരു ചെറിയ പഗ്ഗാണ് അത് വരുന്നത്. പഗ് അറിയാം, പഗ് ജനിതക മാറ്റം വരുത്തിയ അത് പഗ്ഗല്ല കേട്ടോ. നമ്മളെ ഈ വോഡഫോണിലുള്ള ആ നായ ഉണ്ടല്ലോ, ആ നായ നമ്മൾ ക്രൂരത ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ പക്ഷേ ഭയങ്കര ക്യൂട്ട് പപ്പി എന്നൊക്കെ പറയാറില്ലേ. ഇതിനെന്താ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാലും ശരി, ബൈ. നമ്മൾ എത്തി ഓഫീസിൽ. ഇന്നലെ മഴ ആയതുകൊണ്ട് നമ്മൾ ബൈസൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് നോക്കാം ബൈസൈക്കിള് നിർത്താൻ പറ്റുമെന്ന്. ഇതിൽ മഴ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ മഴയില്ലല്ലോ. നോക്കുമ്പോൾ മഴയില്ല, പക്ഷെ ഇതിൽ റെയിൻ കാണിക്കുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ഈ താഴത്താണ് വെച്ചത്. ബൈസൈക്കിൾ അവിടെ ഉണ്ടോ? ഫസ്റ്റ് മഴ ഉണ്ടോ നോക്കിയാലല്ലേ. മഴ അധികം കാണുന്നില്ല. എന്തായാലും എടുത്ത് പുറത്ത് പോയി നോക്കാം ഫസ്റ്റ്, എന്നിട്ട് എടുക്കാം. അതല്ല ഉള്ളത്. നമ്മുടെ ബൈസൈക്കിളല്ലേ ആരും ഇവിടെ ഉള്ളോട്ടേക്ക് കയറ്റിച്ച്. മഴ ഉണ്ട് ഗൈസ്. കടയിൽ പോവാം. കാറ്റുണ്ടെങ്കിലൊക്കെ പെടും. ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മഴ ഉണ്ട്, കുടയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് പോവാം. വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാം കോട്ടൊന്നുമില്ല, അപ്പം നനയാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. സ്ഥലം നനഞ്ഞാൽ നനയട്ടെ. എന്തായാലും ഷൂ നനഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോവാം. എത്ര നനയൊന്നും നോക്കണമല്ലോ. നമ്മളിന്ന് മൂന്നാമത്തെ റൂട്ടിലൂടെ പോകുന്നത്. നമ്മൾ ഇതിന് മുമ്പൊരു റൂട്ട് കണ്ടു, അതിനുശേഷം കണ്ടു. അടുത്തൊരു വഴി കാണിച്ചതാണ്. ഈ 24A ആണ് നമ്മൾ. ഈ 2 ബസ്സിലും പോയിട്ട് 2 ബസ് എടുത്താൽ നമ്മുടെ വീട്ടിലെത്തും.
നമ്മൾ നേരല്ലേ പോയത്. നമുക്കിനി ഈ ക്രോസ് വഴി പോകും. അത് സൈക്കിൾ ട്രെയിലാണ്. അതാകുമ്പോൾ മഴ നനഞ്ഞാലും ആൾക്കാർ കാണൂലല്ലോ. ഏത് പ്രാന്തനായി ഈ മഴയത്ത് പോണേന്ന് വെച്ചിട്ട്. സ്കൂൾ ബസ്സൊക്കെ ഇവിടെതാ. നോ ഫ്രിൽസ്. ഈ നോ ഫ്രിൽസ് ഫ്രാഞ്ചൈസി ആയിട്ടാണ് കൊടുക്കുക. എല്ലാം ഫ്രാഞ്ചൈസി തന്നെ ആയിരിക്കും. ഇതിലിങ്ങനെ ഓരോ പേരുണ്ടാവും. ഇത് അലീസ് നോ ഫ്രിൽസ് ആണ്. അലീസ് ചെറുതായി കൊടുക്കും. 1 ബീറ്റ് പ്രൈസിലെ എല്ലാം കണക്കാം. പിന്നെ ഇവിടെ ഒരു പ്രൈസ് മാക്സ് സംഗതി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ വാൾമാർട്ട്, നോ ഫ്രിൽസ്, ഫ്രഷ്കോ, അതുപോലെ തന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പച്ച ഇതുള്ള. ഓക്കെ, എന്തായാലും അവിടെ അധികം പോവാറില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ ഫ്ലയറിൽ ഇത്ര പ്രൈസാന്ന് പറഞ്ഞാൽ അവരതിനനുസരിച്ച് മാച്ച് ചെയ്തിട്ട് അടിച്ചു തരും. ഇവിടെ MRP ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് ഇടാം. ആ സെയിം പ്രോഡക്റ്റ് തന്നെയാണെങ്കിൽ ഇപ്പോൾ വെജിറ്റബിളൊക്കെ എങ്ങനെ നമുക്ക് സെയിം പ്രോഡക്റ്റ് നോക്കിയെടുക്കാൻ പറ്റും. ചെറീസൊക്കെ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ക്രോസ് ചെയ്താലോ. അതിലൂടെ ഷോർട്ട്, അതിലൂടെ വെറുതെ എന്തിനാ പോണേ, ഷോർട്ട് എടുത്ത് പോവാം. ചെറീസൊക്കെ വരുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. ഇവിടെ വില കുറവുള്ള എന്താണെന്നറിയോ? പഴത്തിനാണ് വില കുറവ്. അതായത് 1/2 കിലോക്ക് ഒരു 67 സെൻറ്റിനൊക്കെ കിട്ടും. പകുതി $. ഇത് 2 സ്റ്റോപ്പ് അപ്പുറത്താണ് സൈക്കിൾ ട്രെയിലെ. ചില സമയത്ത് ഇത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓപ്പൺ ആവില്ല. ഹൗസ് ഫോർ സെയിൽ. ടക്ക ഇങ്ങനെയാണ് വേസ്റ്റ് ബിന്നിൻ്റെ ഉള്ളിലുണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ പെട്ടി ഉണ്ടാവും. അതൊക്കെ പൊട്ടിയതാ. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സൈറ്റിലേക്ക് എടുക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറിയില്ല, ക്രോസ് ചെയ്തിട്ടേ. അതിലൂടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറാനും പറ്റും കേട്ടോ. ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലാരും ഉണ്ടാവില്ല അധികം. കൈയൊക്കെ ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പറയാൻ വിട്ടുപോയി. നമ്മുടെ നാട്ടിലെ റോഡില്ലേ, അതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത്, എത്ര 500 കിലോമീറ്ററോ അല്ലെങ്കിൽ 250 കിലോമീറ്ററൊക്കെ വന്നതിൽ ഒരു കുറച്ച് ഭാഗമല്ലേ എന്തായിട്ടുള്ളൂ, പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അക്സെപ്റ്റബിൾ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഒരു നല്ല മലപ്പുറം ലാംഗ്വേജിൽ പറയുന്ന ആളല്ലേ, എന്താ അവൻ്റെ പേര്, പവർ ഓഫ് ജോക്ക് എന്നാണ് അവന് ഇൻസ്റ്റഗ്രാമിലൊക്കെ അവന് ഇതാക്കുന്നത്. പക്ഷെ അവൻ്റെ നെയിമും ഫേമസ് ആണ്. ഒറ്റ മിനിറ്റ്, നെയിം നോക്കട്ടെ. പവർ ഓഫ് ജോക്ക് കണ്ടില്ലേ, പവർ ഓഫ് ജോക്ക്. അവൻ്റെ പേര് അമൗണ്ട് ഒരു കാര്യം നോക്കാനാകുമ്പോൾ വരില്ല. അപ്പം അവൻ്റെ പേര് ഞാൻ പറയാം. പനയിൽ ജുനൈസോ, പണയിലോ? ഓക്കെ, പാണാളി ജുനൈസ്. ഓക്കെ, പാണാളി ജുനൈസ്. ഓക്കെ, നമുക്ക്
ഇത് റെഡായി. ഓക്കെ, നമ്മുടെ ഗ്രീനായി. സൈക്കിളിന് പ്രോപ്പറായിട്ടുള്ള സംഗതിയാണ് വരല്. അതിൽ പറയുന്നത് എനിക്ക് ഒന്നാമത് ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത രാഷ്ട്രീയക്കാർ കൊണ്ടിട്ട് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ബോർഡ് വെക്കണതിൽ തീരെ താല്പര്യമില്ല. ഞാൻ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് എന്ത് എന്താ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഫ്ലെക്സ് വെക്കുന്നത്. ഫ്ലെക്സ് തന്നെ പ്ലാസ്റ്റിക്കാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് കണ്ടോട്ടെ, കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരായിരിക്കും. എനിക്കങ്ങനെ ഇന്ന പാർട്ടി ഇഷ്ടം, ഇന്ന പാർട്ടി ഇഷ്ടമല്ലായിക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ BJP ആണെങ്കിൽ കൂടെ അവർ നല്ല ചെയ്തത് നല്ലത് എന്നുള്ളത് സമ്മതിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിനെ വിജയിപ്പിച്ചപ്പോഴും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എന്താ തമ്പ്രാൻ ജാട. നമുക്ക് നിങ്ങൾ ഒരു സിനിമാ പ്രവർത്തകനാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും പറയണ്ട, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലും കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ജനങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ട്, നിങ്ങളോട് ചോദിക്കാൻ അവകാശമുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഞാൻ ടോപ്പിക്കൊന്ന് മാറുന്നുണ്ട്, എന്തായാലും ഞാൻ പറയാണ്. അതിന് നിങ്ങളാരാ എന്നോട് ചോദിക്കാൻ എന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയായ നടപടിയല്ല. അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ വേറൊരു മാർഗമല്ലാത്തതുകൊണ്ടാ നിങ്ങളിങ്ങനെ ഇത് ഫുള്ള് ഈ ട്രാക്ക് ഫുള്ള് മണ്ണിര തന്നെ കേട്ടോ. നിങ്ങൾ ക്യാമറയെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടേക്കങ്ങ് ഇതൊക്കെ കുറവാ. പക്ഷെ അവിടെ ഇഷ്ടം പോലെ, ആരോ പറയില്ല ഇഷ്ടം പോലെ എന്ന് പറയുന്ന പോലെ. ഓക്കെ, വീണ്ടും ഇങ്ങനെ ഈ ക്രോസ് കഴിഞ്ഞാൽ തന്നെ ഇട്ട സംഗതി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്. നമ്മളെന്തിനാ പറയുക ക്യാമറ ഓൺ ചെയ്ത്. ചില ആൾക്കാർ പെട്ടെന്ന് വണ്ടി എടുക്കും. വളരെ ഫെയറായിട്ടാട്ടോ, എല്ലാവരും ഇല്ല. ഇതിൻ്റെ പുറത്തൊക്കെ കമ്പിയാണല്ലോ, എന്നിട്ട് പൊട്ടി വീണാനുള്ള അവസ്ഥ. ശരിക്കും അവരിങ്ങനെ ചെയ്യരുതില്ല. പക്ഷേ ഇതിലൂടെ കൊണ്ടുപോകും. പിന്നെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോയാൽ പിന്നെയും ഇത്ര കമ്പിയാ. ഇവിടൊക്കെ വെള്ളം. എൻ്റെ ഷൂസ് പണിയായി മക്കളെ. വെള്ളത്തൂടെ ചവിട്ടാനൊക്കെ സൈക്കിൾ ഓട്ടിപ്പോവാ. വെള്ളത്തിലൂടെ ചവിട്ടാതെ ഇനിയിപ്പം വെള്ളം തെറിക്കുന്നുണ്ടാ. ഇവിടെ മണ്ണിര കുറവാട്ടോ. ആ ഏരിയയിലാണ് കുറേ മണ്ണിര എപ്പോഴും കാണാറുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ മണ്ണിര. കേരളത്തിൽ റോഡ് പണിഞ്ഞ ആളാണ് ഇവിടെ പണിഞ്ഞത്. ഇവിടെ പൊട്ടി കിടക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് എത്തിനെ പ്രശ്നേഷ് കോമഡി. ഓരോ സോഷ്യൽ മീഡിയ ഇടുന്നതും അവരെ ലൈഫ് കാണുന്നതും റിയലും വെവ്വേറെയാണ്. നിങ്ങൾക്ക് പ്രശ്നേഷിന് അറിയില്ല, എന്തുണ്ടെങ്കിലും പ്രശ്നമാക്കിയിടും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇടുന്ന കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അതായത് സിറിഞ്ച് ബീച്ചിൽ കൊണ്ടുപോയിടുന്ന അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഈ സാനിറ്റൈസിങ് ഉണ്ടല്ലോ, ഇവിടെ കൊറോണയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ സാനിറ്റൈസർ ഇത് കണ്ടിട്ട് തന്നെ ഉണ്ടാവുക. ആ മറ്റേ ഇലക്ട്രിക് സൈക്കിളാണ്. ഇതിങ്ങനെ വെയിലൊക്കെ മഴയൊക്കെ കൊണ്ടിട്ട് തിരുമ്പിക്കൂലേ, അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യുന്നത്. ചിലപ്പോൾ കളർ അടിക്കായിരിക്കും അല്ലേ.
അപ്പം പ്രശ്നേഷ് നല്ലൊരു പേരാട്ടെ. ഇവർക്കൊക്കെ ഈ കുപ്രസിദ്ധിയും ഭയങ്കര ഫെയിമാന്ന് തോന്നുന്നുണ്ട്. ഒക്കെ റിയലായിട്ട് ചിലപ്പോൾ അവരെ വായന തന്നെ. ഇപ്പം എന്താ രേണു എന്താ നടൻ്റെ പേര്, നടനല്ല മരിച്ചുപോയ ശ്രുതി, അതിൻ്റെ ഭാര്യ ഓരോ തരം ഇങ്ങനെ പറയുമ്പോൾ അവരെ വ്യക്തി സ്വാതന്ത്ര്യം കാണുന്ന ആൾക്കാരെ വെച്ചിട്ട് കുറേ വീഡിയോസ് ഉണ്ടാക്കുക. ഒരു ഹോട്ട് സീറ്റിലൊരു പെണ്ണുണ്ടല്ലോ, എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല, അവളിതേപോലെ ആദ്യം അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഹോട്ട് സീറ്റിൽ വന്നിട്ട് എല്ലാം കുരുത്തം കെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പൊളിച്ചടുക്കി കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരു റിപ്ലൈ വീഡിയോയിൽ വന്ന് പറയാം, എനിക്കിതൊന്നും പ്രശ്നമല്ല, നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പ്രശ്നമില്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരണ്ടല്ലോ. ഈ എക്സ്പ്ലനേഷനിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ രേണുവിനെ കുറച്ച് സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. ഗൈസ്, നിങ്ങൾ ഇതൊന്നും ഇപ്പോഴും വരുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഞാൻ ഈ ഇത് എന്താ പൊളിഞ്ഞെന്ന് പറഞ്ഞില്ല, റോഡ് പൊളിഞ്ഞ്, അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത് ഇനി AI വെച്ച് ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു ഡൗട്ട് വരണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഈ ജുനൈസ് ഇട്ടപ്പോഴാണ് ഒക്കെ റിയൽ ആണെന്നുള്ള മനസ്സിലായത്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഇവരൊന്നും രാവിലെ പോകാറുണ്ടേ. ഞാൻ പണ്ടൊക്കെ ഇതിലൂടെ രാവിലെ നടക്കുമ്പോൾ എന്നും കാണാറുള്ളതാണ്. മഴയത്ത് എന്ത് നായ് സ്നേഹം അല്ലേ. ഇവിടെ നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി കളി. ഹലോ, ആ ഓ ഓക്കെ, ആ ഇല്ല, അതിലൂടെ വേണേ വരാം. നീ അങ്ങോട്ട് പോകുന്നില്ലേ? ആ ഞാൻ പോയി എടുത്തോണ്ടിരാം. ആ പിന്നെ ഹലോ സാൽമാൻ, നമ്മൾ ചില സമയങ്ങളിൽ ഈ നേരെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇത്ര ദൂരമൊന്നും വേണ്ട കേട്ടോ, ശരിക്കും ബസ് സ്റ്റോപ്പിൽ കയറിയാലും മതി. പിന്നെ കുറച്ച് നടക്കാന്നുള്ള ഉദ്ദേശം കൊണ്ടൊക്കെയാണ്. ലവ് ലോക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഓരോ വഴികൾ തന്നെയാണ്. അത് പിന്നെ ഇങ്ങനെ ഇതുണ്ടല്ലോ, നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണുന്നല്ലേ. നമ്മൾ പ്രശ്നേഷിൻ്റെ എന്താ പ്രശ്നമൊന്ന് ഉള്ള നോക്കിയിട്ട് നമ്മൾ ഏതായാലും വീട്ടിലേക്ക് പോവാണ്. ഓക്കെ ദെൻ ബൈ ബൈ. അപ്പോൾ ഇതാ ഓക്കെ, എന്നാൽ നമുക്ക് ബൈ. പ്രശ്നേഷിൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട് പോവാണ്.